ഷാജി പാപ്പനും കൂട്ടരും ഞായറാഴ്ച ദിവസം കേരള ബോക്സ് ഓഫീസിനെ പഞ്ഞിക്കിടുന്ന കാഴ്ചയാണ് ഇന്നത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമായിട്ടുള്ള ആട്3 എന്ന് പറയുന്ന സിനിമയുടെ ഞായറാഴ്ച ദിവസമായിട്ടുള്ള 4ാം ദിവസമായിട്ടുള്ള ഇന്നത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് 4 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടൊക്കെയാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. കേരള ബോക്സ് ഓഫീസിൽ കത്തിക്കയറി തരംഗമാവുകയാണ് ഷാജി പാപ്പൻ. ആട്3യുടെ ബുക്കിംഗ് കണ്ട് സിനിമാ പ്രേമികൾ ഞെട്ടുകയാണ്. 2026 ഏറ്റവും വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റും ഇൻഡസ്ട്രി ഹിറ്റൊക്കെ ആയിട്ട് മാറാൻ സാധ്യതയിലോട്ടാണ് ഷാജി പാപ്പന്റെ മുന്നേറ്റം. ആട്3യുടെ ഇന്നലത്തെ മാത്രം കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ കേരള ബോക്സ് ഓഫീസിന് 8 കോടി ചിത്രം പിന്നിട്ടതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് 2026 ഏറ്റവും വലിയൊരു ഉയർന്ന കളക്ഷൻ കൂടിയാണിത്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആദ്യ 3 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം 66 കോടി രൂപയോളം സ്വന്തമാക്കിയപ്പം ഞായറാഴ്ച ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടൂടെ പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം 80 കോടി പിന്നിട്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വർക്കിംഗ് ഡേയിൽ നല്ല രീതിയിൽ ബുക്കിംഗ് സ്വന്തമാക്കുന്നുണ്ട്. പ്രീസൈഡിലൂടെ മാത്രം തിങ്കളാഴ്ച ഏകദേശം 1 കോടി പിന്നിട്ട ചിത്രം ഒരുപക്ഷെ 2-3 ദിവസം കൊണ്ട് വരെ 100 കോടി പിന്നിടും. അതിവേഗത്തെ 100 കോടി നേടുന്ന ലാലേട്ടന് ശേഷമുള്ള മറ്റൊരു സ്റ്റാറായിട്ട് ജയസൂര്യ മാറാൻ പോവുകയാണ്. മമ്മൂട്ടിക്ക് പോലും നേടാൻ പറ്റാത്ത വലിയ വിജയങ്ങൾ തന്നെയാണ് ജയസൂര്യയെ പോലുള്ള ആക്ടർ ഇപ്പോഴത്തെ സ്വന്തമാക്കുന്നത്. എന്തൊക്കെയാണ് ഒരുപക്ഷെ 2026 ജയസൂര്യയുടേതാണെന്ന് തോന്നുന്നു. ഇനി വരാൻ പോകുന്ന കത്തനാരനും ഇതേ അഭിപ്രായങ്ങൾ തന്നെ സ്വന്തമാക്കാൻ സാധിച്ച ഒരുപക്ഷെ ചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയങ്ങൾ തന്നെ സ്വന്തമാക്കും. എന്തൊക്കെയാണ് കാത്തിരിക്കാൻ ചിത്രത്തിന് അതിവേഗത്തിൽ 100 കോടി നേടാൻ സാധിക്കുമെന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പോൾ ജയസൂര്യ ചിത്രം ആട്3 നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.